വണ്ടി ഇപ്പോഴും എൻ്റെ മോനെ നൈസ് കേട്ടോ. ഹലോ ഗൈസ്, കൊടുത്താൽ പുതിയൊരു വീഡിയോയ്ക്ക് സ്വന്തം ഗൈസ്. ഇന്നത്തെ വീഡിയോക്കകത്തുനിന്ന് ഞാൻ വീട്ടിലാണ് കേട്ടോ. ചെറിയൊരു കൺസെപ്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് വീട്ടിൽ രാവിലെ 10 മണിയാകുമ്പോൾ ഉറക്കം എണീറ്റിട്ട് 10 ഒരു 9-10 മണിക്കകത്ത് എണീറ്റ് കേട്ടോ. എണീറ്റിട്ട് ഇതിപ്പം 12 മണിയാകുമ്പോൾ ഇത്രയും നേരം ചുമ്മാ ഇരുന്ന് ഫോണിൽ യൂട്യൂബ് വീഡിയോ അത് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ അങ്ങനെ ഫുള്ള് പോസ്റ്റായിരുന്നു വീട്ടിൽ. ചായയും കുടിച്ച് കാപ്പിയും കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ തമ്പനിയിൽ ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുപോലെ തന്നെ, ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഈ ലെഷർ റൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. അതായത് വേറെ ഒന്നുമില്ല. അതായത് ആ ലെഷർ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ, അതായത് ഒഴിവ് സമയം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഒഴിവ് സമയം അതാണ്. അപ്പം എന്തായാലും ലെഷർ റൈഡ് ചുമ്മാ വെറുതെ ഇരിക്കണോണ്ടുള്ള റൈഡ് കേട്ടോ. അതാണ് അപ്പം അതിനെ മൊത്തത്തിൽ പറഞ്ഞ ലെഷർ റൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഒഴിവ് സവാരി അതാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. അതായത് വെറുതെ ഇവിടെ പ്രാന്ത് പിടിച്ചിരിക്കുമ്പം കയ്യിൽ വല്ല പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടെങ്കിൽ നേരെ വണ്ടി എടുത്തുകൊണ്ട് എങ്ങോട്ടേയും വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ കൂട്ടുകാരായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. ഇതൊക്കെയാണ് നമ്മളെ ഇവിടുത്തെ സെറ്റപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ പണി വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ, അതായത് വെറുതെ ഇരിക്കുന്ന സമയമാണ് കേട്ടോ. അതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് ചുമ്മാ എങ്ങോട്ടെങ്കിലും പോകാൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്തായാലും ഇന്നത്തെ വീഡിയോ ആഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് സെറ്റപ്പ്. ആരാണ്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതേമാതിരി പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്, എന്തെങ്കിലും പരിപാടിയായിട്ടൊക്കെ നിൽക്കുമ്പോഴേക്കും ഇതേമാതിരി വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിതിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. വെറുതെ ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ അതേപോലെ തന്നെ നമ്മളെന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പോകണം കേട്ടോ. പിന്നെ നമ്മുടെ 390 ഇതുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ബെല്ലേക്കൊന്ന് ഇടിച്ചു പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നു. ഓക്കെ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ V3 കണ്ടുപിടിച്ചിരിക്കുന്നു. അല്ലാതെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ 390 കണ്ടുപിടി ഈ സൈഡിൽ ഇരിക്കുന്നു. ഇതെന്തിനാണ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ നേരത്തെ ഫോളോ ചെയ്ത് വരുന്നവർക്കറിയാം. അപ്പോൾ അതാണ് സെറ്റപ്പ് കേട്ടോ. വണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത് നമ്മുടെ 390. എൻ്റെ മോനെ മോഹം ഒന്ന് കാണട്ട്. വണ്ടി ഇപ്പോൾ ഒതുക്കി വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ച കേട്ടോ. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും നമ്മളിനി എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് നേരെ നമ്മുടെ V3 എടുത്തുകൊണ്ട് പോകണം. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് V3 കറക്കം ഫുള്ള് വന്നിട്ട്. അതായത് പിന്നെ അതായത് ഇവിടെ മൂടി വെച്ചിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ റേസ് ഡാറാണ് കേട്ടോ. അത് അങ്ങനെ, അതായത് എനിക്ക് V3 കൂടെ കിട്ടിയ കവറാണ് കേട്ടോ അതിൽ വീട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എങ്ങോട്ടെങ്കിലും പോവാം. നമ്മുടെ ലെഷർ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതായത് ഒഴിവ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അതാണ് സെറ്റപ്പ്. അത് വീട്ടിൽ ഇരുന്നിട്ട് ഒട്ടും സമയം പോകണില്ല. കൂട്ടുകാരെങ്കിലും വിളിക്കാം എന്നോർത്ത് അങ്ങോട്ട് പോകാമെന്നൊക്കെ ഓർത്ത് പിന്നെ അതെന്തായാലും വേണ്ടെന്ന് വെച്ചേട്ടാ. നമുക്കെന്തായാലും നമ്മുടെ ക്രേസി തന്നെ നമുക്ക് അങ്ങോട്ട് തുടരാമെന്ന് വിചാരിച്ച്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ. പിന്നെ ഇന്നത്തെ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പണിമുടക്ക് കിടക്കണതാണ് ഭാരത് ബന്ദ്, അതല്ലേ. അപ്പം ആ സംഭവം നടക്കണതുകൊണ്ട് വേറൊരു വണ്ടിയിലും പോകാൻ പാടില്ല. ബൈക്കിലൊക്കെ പോകണതിന് വേറെ സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. എന്തായാലും ഞാൻ വീട്ടിൽ എനിക്ക് സമയം പോകാത്തതുകൊണ്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ കേട്ടോ. ബൈക്കിനൊന്നും സീനില്ലെന്നാണ് പറഞ്ഞത്. കൂട്ടുകാരൊക്കെ അങ്ങനെയാണ് പറഞ്ഞത്. ബൈക്കിനൊന്നും സീനില്ലാന്ന് തോന്നുന്നു. ഹൈവേയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കുകളൊക്കെ ഇഷ്ടം പോലെ പോകണുണ്ട്. ബൈക്കുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ബൈക്ക് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഗൈസ്, നമ്മുടെ എൻ്റെ 2 390 ഉണ്ട്. അല്ല സോറി, ഒരു 390 ഒരു V3 ഉണ്ട്. ഈ 2 വണ്ടിക്കും നമ്മുടെ ചാനൽ കുറേ പേര് പറയണുണ്ട്. ഇത് ഞാൻ നേരത്തെ ആലോചിച്ച കാര്യം കൂടെയൊക്കെയാണ് കേട്ടോ. പോലീസിൽ നിൽക്കുന്നു. നേരത്തെ ആലോചിച്ച കാര്യമാണ്. നമ്മുടെ ഈ 2 വണ്ടിക്കും എന്തെങ്കിലും പേരിടാം എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ചിലപ്പം കുറച്ച് ഫണ്ണായിട്ട് തോന്നും, പക്ഷെ എന്നാലും പോലീസുകാരെ നോക്കണം. എന്നാലും നമുക്കത് എന്താ പറയുക, നമ്മുടെ 2 വണ്ടി, ഞാൻ എന്തായാലും ഈ 2 വണ്ടിയും എത്ര കഷ്ടപ്പാട് വരെ വേണ്ടി, അതായത് ഇപ്പം തെണ്ടേണ്ടി വന്നിരുന്നാൽ പോലും ഈ വണ്ടികൾ ഇതേമാതിരി ഒതുക്കി വയ്ക്കുന്നതല്ലാതെ വണ്ടി എന്തായാലും സെയിൽ ചെയ്യൂല കേട്ടോ. അതാണ് സംഭവം. അപ്പം അത് എത്ര വർഷമായാലും അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് സെറ്റപ്പ്. അപ്പോൾ എന്തായാലും 390 വന്നിട്ട് നമുക്ക് എന്തായാലും KL രജിസ്ട്രേഷനിലുണ്ട് വണ്ടി എന്തായാലും ആക്കണം. പക്ഷേ ഇപ്പോൾ എന്തായാലും കുറച്ച് ദിവസം മീൻസ് ഇതിൻ്റെ ഫിനാൻസ് തീരുന്നവരെ എന്തായാലും KL ആക്കൂല. അതുവരെ അത് ഇങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. പോലീസൊക്കെ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തലങ്ങും വിലങ്ങും ഓടണം. വല്ല സീൻ വല്ലതും ഉണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ നമ്മുടെ ഈ ഒരു V3 390 ഈ 2 വണ്ടിക്ക് ഇടാൻ പറ്റിയ പേരുകൾ ഞാൻ കുറേ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം കുറേ പേരുകൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം ഒന്ന് കമൻറ്റ് ചെയ്യും.
നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അഭിപ്രായമല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് കേട്ടോ. 390-ക്കും V3-ക്കും പറ്റിയ പേര്, 2 വണ്ടിക്കും പറ്റിയ പേര്, അതും നമ്മുടെ ചാനലുമായിട്ട് ബന്ധമുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നൈസായിരിക്കും. ചിലപ്പം കുറച്ച് പേരൊക്കെ ഫണ്ണടിക്കാൻ ചാൻസ് ഉണ്ട്, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഇഷ്ടം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് പേർക്ക് താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കൺഫേം ചെയ്യാമെന്ന് ഓർത്ത് കേട്ടോ. അവിടെ എന്തോ സമര കേന്ദ്രം. എല്ലാ പാർട്ടിക്കാരും മിക്സറായിട്ട് നടത്തണമെന്ന് തോന്നുന്നു. കാരണം എല്ലാ പാർട്ടിയുടെയും കൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഈ പെട്രോളിൻ്റെ വില കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ എന്തായാലും നമ്മൾ നേരെ എവിടെ നമുക്ക് ഞാൻ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് വേറെ ഒന്നുമില്ല, നമ്മുടെ വെള്ളയാണി, ട്രിവാൻഡ്രം വെള്ളയാണി കായലുണ്ടല്ലോ, കായലിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പോകാൻ പോകണം കേട്ടോ. ഒരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പോവാണ്. ഓക്കെ, ഇവിടെ സീനൊന്നുമില്ല കേട്ടോ, പോലീസ് എന്നെ തൂക്കിയില്ല. പിന്നെ നമ്മളിപ്പം ഞാനിപ്പം വണ്ടി ഓടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ബൈക്ക് ഓടിക്കാൻ അറിയോ. കാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ ഇട്ട് ഓടിക്കും, അല്ലാതെ റോഡിൽ ഇട്ട് ഓടിക്കാനുള്ള ബാലൻസ് എന്തായാലും കാറിനായില്ല. പിന്നെ അതും പോയിട്ട് കാറുമായിട്ട് എനിക്ക് ഇതുവരെ ഒരു ക്രേസ് ആയില്ല കേട്ടോ. കാറ് വേറെ വണ്ടികളോട്ട് എനിക്ക് ഇതുവരെ ഒരു ക്രേസും ആയില്ല. എനിക്ക് ക്രേസുള്ളത് ബൈക്കിനോട് മാത്രം തന്നെ. അതിപ്പം ഒരു 50 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ഒരു 2 സൂപ്പർ ബൈക്ക് എടുക്കണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യില്ല. പൈസയാണ് നമ്മൾ കായലിൻ്റെ കരയിലെത്തി. അമ്മേ, ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇതേമാതിരി ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് ഇവിടെ വന്നിരിക്കണം കേട്ടോ. നേരത്തെ ഒന്നും അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരൊന്നും വരില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. അതും പോയിട്ട് ഒഴിവ് ദിവസം ആയതുകൊണ്ടായിരിക്കണം. പൊളി, എന്തൊക്കെയായാലും പൊളി. അങ്ങനെ എന്തായാലും ഒരു ബെഞ്ച് ഒഴിവ് കിട്ടിയിട്ടോ. തണലുള്ള ഒരു ബെഞ്ച് എന്തായാലും ഒഴിവ് കിട്ടി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് ഓർത്ത് കുറേ നേരം ചുമ്മാ കായലും കണ്ടിങ്ങനെ ഇരിക്കാം. ഉറുമ്പ് കേട്ടോ, ഇല്ലെങ്കിൽ ആസനത്തിൽ കടിക്കും ഉറുമ്പ്. അപ്പോൾ എന്തായാലും പൊളി. നമ്മുടെ ചൂണ്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വന്നിങ്ങനെ പോസ്റ്റ് എടുത്ത് ഇങ്ങനെ വന്നിരിക്കാം. എന്തായാലും പൊളി കേട്ടോ. നമ്മുടെ വണ്ടി തണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ സമയം ഇവിടെ ഇരുന്ന് കേട്ടോ. ഇച്ചിരി തണലൊക്കെ ഉണ്ടായിരുന്നു, നൈസായിട്ട്. ഏകദേശം 1-1.5 മണിക്കൂർ വരെ ഇരുന്നു. ഇപ്പോൾ അത് ഏകദേശം 2 മണിയാകുമ്പോൾ നമ്മൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് പോകാൻ വേണ്ട. വയറ് വിശന്ന് തുടങ്ങി. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ വേണ്ട. നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നു. പിന്നെ പോകുന്ന വഴിക്ക് കേട്ടോ നമ്മളെ ക്യാമറ കണ്ടിട്ട് അവർ ചോദിച്ചത് എന്തൊക്കെയാണ് സെറ്റപ്പ് എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് വെള്ളം കുടിച്ചിട്ടോ. അതുകൊണ്ട് അവിടെ ഒരു സർബത്ത് ഉണ്ടെന്ന് പറയുന്നതായിട്ട്. അപ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ കുടിച്ചിട്ട് പോകാം. അടിപൊളി കേട്ടോ. ഇവിടെ വന്നിരിക്കും ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ, ഫ്രണ്ട്സായിട്ട്, ഒറ്റയ്ക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഓർമ്മയുണ്ട്. എൻ്റെ മോനെ പൊളി. ഇവിടെ ഉണ്ട് കേട്ടോ സാധനം. അടിപൊളി കേട്ടോ ഇവിടെ വന്നിരിക്കാം. വൈകുന്നേരമൊക്കെ പൊളി. ഉച്ചയ്ക്ക് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അതും ഒഴിവ് ദിവസമായിട്ടിന്ന് മറ്റേ പണി മുടക്കല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ. ഇത് സർബത്തുണ്ടോ? ഒരെണ്ണം വേണേ. അടിപൊളി കേട്ടോ. ഇത് കുടിക്കട്ടെ, സാധനം കിട്ടി. ഇവിടെ നിന്ന് അങ്ങനെ വെള്ളം കൂടി കഴിഞ്ഞേട്ടാ, നൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ നേരെ ഇനി വീട്ടിലോട്ട് പോകാൻ പോണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇനി നൈസായിട്ട് ഫുഡ് കഴിക്കാം. അപ്പം നൈസ്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് 2 പയ്യന്മാർ വന്നാട്ടാ. ആ പയ്യന്മാരിത് ഹലോ പോട്ടാ. ഓക്കെ ഗൈസ്, ഈ പയ്യൻ വന്നിട്ട് ഇവനും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ നടന്നു വന്നിട്ട് പുറകെ വന്നിട്ട് എന്തിവിടെ കുറേ നേരമായി വന്നിരിക്കാൻ തുടങ്ങിയിട്ട് എന്നെൻ്റെ കൂടെ. അപ്പം ഞാൻ വിചാരിച്ച ഞാൻ ഗുണ്ടായിസം എന്ന് വിചാരിച്ച്. പിന്നെ നൈസായിട്ട് ഞാൻ എന്തോന്ന് ചോദിച്ചു. അവൻ എന്നെ അറിയാമോന്ന് ചോദിച്ചു. അവൻ ചുമ്മാ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു ഞാൻ വീഡിയോ കാണാറുണ്ടെന്ന്. എൻ്റെ മോനെ അപ്പോഴാണ് ജീവൻ വീണത്. ഇതെന്താടാ പാടുന്നല്ലേ ഞാൻ നോക്കിയത്. പയ്യന്മാരൊന്ന് എന്നെ ഉടക്കാൻ പറഞ്ഞെന്നാണ് വിചാരിച്ചേട്ടാ.
അങ്ങനെ നൈസായിട്ട് അവന്മാർ ഭയങ്കര സ്വാതന്ത്ര്യത്തോടെ എന്നോട് സംസാരിച്ചു. അതാണ് സംഭവം. അപ്പം എനിക്ക് ആളെ മനസ്സിലായില്ല, ഇതെന്നെ അറിയാമോ, അതാ ഇവന്മാർ ഗുണ്ടായിസോണാ എന്നൊരു പിടിയില്ല കേട്ടോ. 2 പയ്യന്മാരൊന്നും എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പം. അപ്പോൾ എന്തായാലും അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ ഹൈവേയിൽ വന്നെത്തി കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് എന്തായാലും ഒരു 7-8 കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇനി. അപ്പോൾ എന്തായാലും വീട്ടിലൊരു 2:30 ആകുമ്പോൾ എത്താൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ലെഷർ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഇതേമാതിരി എവിടെയെങ്കിലുമൊക്കെ ചുമ്മാ വണ്ടി എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അതുവരെ പോയി ഇരുന്നിട്ട് ആ സ്പോട്ട് വരെ ചെന്ന് പോയിട്ട് ഇരുന്ന് ഉള്ളൊരു വീഡിയോ എന്തായാലും ചുമ്മാ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതിലും എന്തായാലും സപ്പോർട്ട് നൈസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അടുത്തും ഇതേമാതിരിയുള്ള അതായത് ലെഷർ റൈഡുകൾ ഒരുപാട് സെറ്റാക്കാം. അത് നമുക്ക് ഒന്നിൽ അത് ഈ ഒരു വണ്ടിക്കകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ ബോറാക്കാതെ, അതായത് ഒരു വണ്ടിക്കകത്ത് തന്നെ ഇങ്ങനെ ബോറാക്കാതെ നമുക്ക് വീണ്ടും വേറെ വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ മറക്കണ്ട, നമ്മുടെ വണ്ടി അതായത് നമ്മുടെ V3-ക്കും 390-ക്കുമുള്ള പേര് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് സജസ്റ്റ് ചെയ്യും, കമൻറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ക്രേസ് കൊണ്ടിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചെയ്യണം കേട്ടോ. അപ്പം വഴിയിലൊക്കെ വെച്ചിട്ട് ഇതേമാതിരി ഓരോരുത്തരെ കണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നൈസ് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ യൂട്യൂബ് പോയി. അപ്പോൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോകുമ്പോൾ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ തുടങ്ങി. ബൈ. വണ്ടി ഇപ്പോഴും എൻ്റെ മോനെ നൈസ് കേട്ടോ. റോഡ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്, ചുമ്മാ ഒന്ന് കൈ കൊടുത്ത് നോക്കിയത്. ഓ അടിപൊളി. ബൈ.